എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PC മാത്സ് ഷോർട്ട് കട്ട്സിൻ്റെ ഭാഗമായിട്ട് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിലെ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീ കറണ്ട് അഫയേഴ്സ് കവറേജും അതുപോലെ തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമും അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A, B and C have efficiencies in the ratio 5:3:2. They are paid rupees 5,600 for completing a job. A and B work for full 6 days, but C joined 2 days late. Find the share of C. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വർക്ക് എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ജോബ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ മൊത്തത്തിലായിട്ട് അവർക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 5,600 rupees ആണ്. ഇനി ഇവിടെ ചോദിക്കുന്നത് എയ്ക്കും ബിക്കും സിക്കും ആ ഒരു മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടിയ എമൗണ്ടിൻ്റെ ഷെയർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് എഫിഷ്യൻസിയാണ്. എയുടെയും ബിയുടെയും സിയുടെയും വർക്ക് എഫിഷ്യൻസി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 5:3:2. ഇവിടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ദിവസം അവർക്ക് ചെയ്യുന്ന വർക്ക് എത്രയാണെന്നുള്ളതാണ്. അതായത് ഇവിടെ 5:3:2 റേഷ്യോ എന്ന് പറയുമ്പം ഒരു ദിവസം എ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ദിവസം ബി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റും ഒരു ദിവസം സി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്ക് യൂണിറ്റ്സ് എത്രയാണെന്നാണ്. ഒരു പർട്ടിക്കുലർ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ട മൊത്തത്തിലുള്ള വർക്ക് യൂണിറ്റ്സ് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനിവിടെ കൃത്യമായിട്ട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് ബി വർക്ക് ഫോർ ദ ഫുൾ 6 days ബട്ട് സി ജോയിൻ 2 days ലേറ്റ്. അതായത് എയും ബിയും 6 ദിവസം വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സി 2 ദിവസം ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സി 4 ദിവസമാണ് വർക്ക് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് യൂണിറ്റ്സ് എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ടോട്ടൽ വർക്ക് യൂണിറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും കോൺട്രിബ്യൂഷൻ ടോട്ടൽ ചെയ്താൽ മതിയാവും. എ ഒരു ദിവസം 5 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ എ 6 ദിവസമാണ് മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 into 6 ആണ് എ ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ്. അതായത് 30 യൂണിറ്റ് വർക്കാണ് എ ചെയ്തത്. ബി അതുപോലെ തന്നെ 3 യൂണിറ്റാണ് ഒരു ദിവസം ചെയ്യുന്നത്. ബി ഇവിടെ മൊത്തത്തിൽ 6 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബിയുടെ മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18 യൂണിറ്റ് ആണ്. സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സി ഇവിടെ 4 ദിവസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സി ഒരു ദിവസം 2 യൂണിറ്റ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. സി 2 into 4 അതായത് 8 യൂണിറ്റ് വർക്കാണ് സി കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇനിയിപ്പം ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ടോട്ടൽ വർക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 30 + 18 + 8 അതായത് 56 യൂണിറ്റ് വർക്കാണ് മൊത്തത്തിൽ ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. 56 യൂണിറ്റ്സ് ഒരു വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ലഭിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 5,600 രൂപയാണ് ടോട്ടൽ എമൗണ്ട്. ആ ഒരു വർക്കിനുള്ള മൊത്തത്തിലുള്ള എമൗണ്ട് 5,600 രൂപയാണ്. ആ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 56 യൂണിറ്റ് ആണ്. 56 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നത് 5,600 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് 100 രൂപയാണ്. ഇവിടെ എയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30 യൂണിറ്റും ബിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18 യൂണിറ്റും സിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8 യൂണിറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിക്ക് മൊത്തത്തിൽ എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയുടെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിയുടെ 8 യൂണിറ്റ് വർക്കാണ് മൊത്തത്തിൽ സി ചെയ്ത വർക്ക്. ഒരു യൂണിറ്റ് വർക്കിന് 100 രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 8 into 100 അതായത് 800 rupees ആണ് സിയുടെ ഷെയർ. ഇനിയിപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തൊരു പ്രോബ്ലത്തിൻ്റെ വേറെ രീതിയിലുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എ ക്യാൻ ഫിനിഷ് എ ജോബ് ഇൻ 12 days, ബി ക്യാൻ ഡു ദ സെയിം ജോബ് ഇൻ 20 days. They work together for 3 days. Then A leaves and B completes the remaining work. How many more days does B need to finish the work? ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേക്കും 12 ദിവസവും ബി സ്വന്തമായിട്ട് ചെയ്യുമ്പം 20 ദിവസമാണ് ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അടുത്ത കേസായിട്ട് പറയുന്നത് ആദ്യത്തെ 3 ദിവസം എയും ബിയും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം എ ആ വർക്ക് വിട്ടു പോകുകയും ബാക്കിയുള്ള വർക്ക് ബി മാത്രമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള വർക്ക് ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ
വേണ്ടി എടുത്ത ദിവസമാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ലോജിക്കൽ മെത്തേഡ് വളരെ ഈസി ആയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. എ ബി, എ 12 ദിവസവും ബി 20 ദിവസമാണ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് 12 × 20 LCM കണ്ടുപിടിക്കാം. 12 × 20 LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പം ടോട്ടൽ വർക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 60 യൂണിറ്റ്സ് ഓഫ് വർക്കാണ്. സോ 60 യൂണിറ്റ് വർക്ക് എ ചെയ്യാൻ 12 ദിവസം എടുക്കുമെങ്കിൽ എയുടെ പെർ ഡേ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60/12 5 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ബിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60/20 അതായത് 3 യൂണിറ്റ് ആണ്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടി. ടോട്ടൽ വർക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആണ്. എ ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യും. അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 യൂണിറ്റും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 യൂണിറ്റുമാണ്. മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റും. സോ അടുത്ത കേസിനകത്ത് ആദ്യത്തെ 3 ദിവസം എയും ബിയും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 5+3 8 യൂണിറ്റ് വർക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 3 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ 24 യൂണിറ്റ് വർക്കാണ് ആ 3 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തത്. 3 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ശേഷം എ ആറ് ജോലി വിട്ടു പോവുകയും ബാക്കിയുള്ള വർക്ക് ബിക്ക് ചെയ്യാൻ എടുത്ത സമയമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ 60 യൂണിറ്റ് വർക്കാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 ദിവസം കൊണ്ട് എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് 24 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. സോ ബാക്കിയുള്ള റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 60 - 24, അതായത് ബാക്കിയുള്ള 36 യൂണിറ്റ് വർക്കാണ് ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 36 യൂണിറ്റ് വർക്ക് ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 36/3, അതായത് ബാക്കിയുള്ള റിമൈനിങ് വർക്ക് ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസമാണ് എടുത്തത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. പൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours. ഡ്യൂ ടു എ ലീക്ക് ഇറ്റ് ടേക്സ് 15 hours ടു ഫിൽ ദ ടാങ്ക്. In how much time can the leak empty the tank? സോ ഇവിടെ വർക്കിൻ്റെ വേറെ രീതിയിലുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും 2 കേസുകൾ വന്നിട്ടുണ്ട്. 2 കേസുകളും അത് സ്വതന്ത്രമായിട്ട് എടുക്കുന്ന സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ലോജിക്കൽ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 കേസായിട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു പൈപ്പ് അതിൻ്റെ ഫുൾ പ്രവർത്തനക്ഷമതയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലീക്കോട് കൂടിയ ഒരു ടാങ്ക് ആണെങ്കിൽ അതേ സെയിം പൈപ്പ് 15 മണിക്കൂർ എടുക്കും ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ. സോ നമുക്കിവിടെ 2 കേസായിട്ട് ഇത് എടുക്കാം. P1 P2 എന്ന് 2 കേസായിട്ട് എടുക്കാം. P1 എന്ന് പറയുന്നത് ഒറിജിനൽ പൈപ്പാണ്. P2 എന്ന് പറയുന്നത് ലീക്കോട് കൂടിയ ആ ടാങ്ക് എത്ര നേരം കൊണ്ട് P1 എടുക്കുമെന്നുള്ള ആ ഒരു എഫിഷ്യൻസിയാണ് P2 എന്ന് പറയുന്നത്. P2 എന്ന് പറയുന്നത് സത്യത്തിൽ P1 മൈനസ് ലീക്കാണ്. P1 അതായത് ഒറിജിനൽ പൈപ്പ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറും P2 സെക്കൻഡ് കേസിൽ എടുക്കുന്ന മൊത്തം സമയം എന്ന് പറയുന്നത് 15 മണിക്കൂറുമാണ്. 10ൻ്റെയും 15ൻ്റെയും LCM നമുക്ക് ആദ്യം നോക്കാം. 30 ആണ് അതിൻ്റെ ഒരു LCM എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ പറയുവാണെങ്കിൽ 30 യൂണിറ്റ് വെള്ളം വേണം ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ. 30 യൂണിറ്റ് വെള്ളം വേണം ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ. സോ ഇവിടെ P1ൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30/10 3 യൂണിറ്റ് ആണ്. ഇവിടെ P2ൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30/15 അതായത് 2 യൂണിറ്റ് ആണ്. അതായത് ആ ഒരു പൈപ്പ് ലീക്കില്ലാത്ത ഫസ്റ്റ് കേസിൽ 1 മണിക്കൂറിൽ 3 യൂണിറ്റ് വെള്ളമാണ് പമ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സെയിം പൈപ്പ് ലീക്കോട് കൂടിയ കേസിലാണ്. അങ്ങനെ വരുമ്പോഴേക്കിന് 2 യൂണിറ്റ് വെള്ളം മാത്രമാണ് 1 മണിക്കൂറിൽ P2 എന്ന് പറയുന്ന സെക്കൻഡ് കേസിൽ അതിന് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു P2 എന്ന് പറയുന്നത് P1 മൈനസ് L ആണ്. ഇവിടെ L എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ് വെള്ളമാണ് ആ ഒരു ലീക്കിലൂടെ നഷ്ടമാകുന്ന ലീക്ക് എഫിഷ്യൻസിയാണ് L എന്ന് പറയുന്നത്. സോ P1 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ആണ് P1 എന്ന് നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവിടെ P2ൻ്റെ എഫിഷ്യൻസി 2 യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 = P1 മൈനസ് L. സോ ഇവിടെ P1ൻ്റെ വാല്യൂ എത്രയെന്ന് നമുക്കറിയാം. 3 ആണ് P1ൻ്റെ വാല്യൂ. സോ 2 = 3 മൈനസ് L. അപ്പം 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ് വെള്ളം ലീക്കാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ Lൻ്റെ ഫിഗർ എന്ന് പറയുന്നത് 3 - 2 1 യൂണിറ്റ് ആണ്. അതായത് 1 മണിക്കൂറിൽ
1 യൂണിറ്റ് വെള്ളം വെച്ചാണ് ലീക്കാവുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീക്ക് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ആ ഒരു മൊത്തം ടാങ്ക്, ആ ഫുൾ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് എംപ്റ്റി ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. സോ 1 മണിക്കൂറിൽ 1 യൂണിറ്റ് വെള്ളം വെച്ചാണ് ആ ഒരു ലീക്കിലൂടെ നഷ്ടപ്പെടുന്നത്. സോ ടോട്ടൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 യൂണിറ്റ് ആണ്. സോ 30/Lൻ്റെ യൂണിറ്റ്, അതായത് 30/1, അതായത് 30 മണിക്കൂർ വേണം ലീക്ക് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു ഫുൾ കപ്പാസിറ്റി ടാങ്ക് എംപ്റ്റി ചെയ്യാൻ. സോ 30 hours ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയേ, പൈപ്പിൻ്റെ മറ്റൊരു കേസാണ്. പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 12 minutes ആൻഡ് പൈപ്പ് ബി ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 18 minutes. If both pipes are open, how long it will take to fill the tank? സോ ഇവിടെ 2 കേസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ 12 മിനിറ്റിൽ പൈപ്പ് എക്ക് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് ഒരു ഓപ്പോസിറ്റ് കേസാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ബിക്ക് 18 മിനിറ്റ് കൊണ്ട് ആ ഒരു ടാങ്ക് എംപ്റ്റി ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് 2 കേസുകളാണ് നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലോജിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. പൈപ്പ് എ, പൈപ്പ് ബി. സോ പൈപ്പ് എക്ക് 12 യൂണിറ്റിലാണ് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. പൈപ്പ് ബിക്ക് 18 മിനിറ്റിലാണ് ആ ഒരു ടാങ്ക് എംപ്റ്റി ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതിന് രണ്ടിനും കൂടെ LCM നോക്കുകയാണെങ്കിൽ 12ൻ്റെ 18ൻ്റെ LCM എന്ന് പറയുന്നത് 36 ആണ്. സോ ഇവിടെ എ എന്ന് പറയുന്നത്, സോ ഇവിടെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 യൂണിറ്റും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് -2 യൂണിറ്റുമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 12 എന്ന് പറയുന്നത് പൈപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയവും 18 മിനിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടാങ്ക് എംപ്റ്റി ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ 12 പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ 18 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു വാല്യൂ ആണ്. ഫൈനൽ സൊല്യൂഷനിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. 2 പൈപ്പ് ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര നേരം കൊണ്ട് ആ ഒരു ടാങ്ക് നിറയുമെന്നാണ് ചോദ്യം. സോ പൈപ്പ് എ എന്ന് പറയുന്നത് ആ ടാങ്ക് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വാല്യൂവും പൈപ്പ് ബി എന്ന് പറയുന്നത് ആ ടാങ്ക് എംപ്റ്റി ചെയ്യുന്ന, ലീക്ക് പോലെ തന്നെ എംപ്റ്റി ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള വാല്യൂ ആണ്. അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സോ 3 - 2 1 യൂണിറ്റാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കിന് 1 മിനിറ്റിൽ നിറയുന്ന വെള്ളം. സോ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ടാങ്കിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 36 യൂണിറ്റാണ്. 36 യൂണിറ്റാണ് മൊത്തത്തിലുള്ള കപ്പാസിറ്റി. സോ രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പം 1 മിനിറ്റിൽ 1 യൂണിറ്റ് വെള്ളം വെച്ചാണ് നിറയുന്നത്. കാര്യം എ പമ്പ് ചെയ്യുമ്പം ബി അത് പമ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഓപ്പോസിറ്റാണ് പ്രവർത്തിക്കുന്നത്. സോ 1 യൂണിറ്റ് വെള്ളം നെറ്റ് എഫക്റ്റ് ആയിട്ട് 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ 36 യൂണിറ്റ് വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് 36/1, അതായത് 36 മിനിറ്റ് വേണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. 12 men can finish a job in 8 days. 18 women can finish the same job in 12 days. How long will 6 men and 9 women working together take to finish the job? ഒരേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള 2 കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 12 men 8 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 18 വുമൺ 12 ദിവസം കൊണ്ട് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഒരു ആണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് M ആയിട്ട് കണക്ക് കൂട്ടുകയും ഒരു പെണ്ണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് W ആയിട്ട് കണക്ക് കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ സോ ഇവിടെ 12 men 8 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 12M × 8. സോ 96 M എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്. ഇനിയിപ്പോൾ വുമൻ്റെ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 18 വുമൺ 12 ദിവസം കൊണ്ട് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ 18W × 12 എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് തന്നെയാണ്. ടോട്ടൽ വർക്കിൻ്റെ 2 കോമ്പിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പം 18W × 12 എന്ന് പറയുന്നത് ഈക്വൽ ടു 96M എന്ന് പറയാം. സോ ഇവിടെ M/W എന്ന് പറയുന്നത് 9/4 ആണ്. ഇതാണ് എഫിഷ്യൻസിയുടെ റേഷ്യോ. എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്
ഈസി ആയിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 9 യൂണിറ്റും ഡബ്ല്യു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 4 യൂണിറ്റുമാണ് ഈ വർക്ക് എഫിഷ്യൻസി റേഷ്യോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 96 എം ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 96 ഇൻറ്റു എമ്മിൻ്റെ ഒരു ദിവസത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 9 യൂണിറ്റ്. സോ 96 ഇൻറ്റു 9 ആണ് ടോട്ടൽ വർക്ക്. സോ ഇനിയിപ്പോൾ ചോദ്യമായിട്ട് വരുന്നത് ഹൗ ലോങ് വിൽ 6 men and 9 women വർക്കിംഗ് ടുഗദർ ടേക്ക് ടു ഫിനിഷ് ദ ജോബ് എന്നാണ് ചോദ്യം. സോ ഒരു ദിവസം ഒരു മാനിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആണ്. 6 men ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 ഇൻറ്റു 9 ആയിരിക്കും അവരുടെ ഒരു ദിവസത്തെ കോൺട്രിബ്യൂഷൻ. ഇതേ കോമ്പിനേഷൻ തന്നെ 9 വുമൻ്റെ കാര്യവും പറയുന്നുണ്ട്. 6 മെന്നും 9 വുമനുമാണ്. ഒരു വുമൻ്റെ ഒരു ദിവസത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണെങ്കിൽ 9 വുമൻ ഒരു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 9 ഇൻറ്റു 4. 6 മെന്നും 9 വുമനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 ഇൻറ്റു 9, അതായത് 54 പ്ലസ് 9 ഇൻറ്റു 4 36. 54 പ്ലസ് 36 ആണ് 84. 90 യൂണിറ്റ്സ് ആണ് ഒരു ദിവസത്തെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, സോ 96 ഇൻറ്റു 9 ടോട്ടൽ വർക്ക് യൂണിറ്റ് വരുവാണെങ്കിൽ 6 മെന്നും 9 വുമനും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 90 യൂണിറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്ന 96 ഇൻറ്റു n ടോട്ടൽ വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 96 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 90. 9.6 ഡേയ്സ് എടുക്കും അവർക്ക് മൊത്തത്തിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. 9.6 ഡേയ്സ്. അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ആകുമ്പോഴേക്കിന് കറണ്ട് അഫയേഴ്സിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ 3 ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 5 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ക്ലാസ്സും കൂടെ വർക്ക് ആൻഡ് ടൈമിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.